എല്ലാവർക്കും നമസ്കാരം. കശ്മീർ യാത്രയിൽ നമ്മളിപ്പം മഹാരാഷ്ട്രയിലാണുള്ളത്. രാവിലെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങിയേക്കാം. മഹാരാഷ്ട്രക്കാരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ധരിച്ചേക്കുന്നത്. തൊപ്പിയും വെള്ള ഡ്രസ്സും. വെള്ള ഡ്രസ്സാണ് അതിൻ്റെ ഒരു പാൻറ്റും ജുബയും വൈറ്റ്. രണ്ടും വെള്ള, തൊപ്പിയും വെള്ള. നമ്മുടെ കെട്ട് ചെറുതായിട്ട് ആ സൈഡ് തള്ളിയിട്ടുണ്ട് കേട്ടോ. കെട്ട് തള്ളിയിട്ടുണ്ട്. നമുക്കൊരു ബെൽറ്റ് വല്ലതും രാവിലെ ഒന്ന് ഇട്ട് കൊടുക്കാം. രാത്രി ചേട്ടായി ഓടിച്ചപ്പോഴേ ഞാൻ ഓർത്തുള്ളൂ ഇങ്ങനെ സംഭവിക്കും. അതുവരെ ഒരു കുഴപ്പമില്ലാതെ അത് വണ്ടി തന്നപ്പോഴേ ഞാൻ ഓർത്തുള്ളൂ. അതെ അതെ ആണോന്ന്. അതെ വടപ്പാവ് കഴിക്കുന്നോ? വട ചൂട് വടയാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ കൂട്ടി വേണേ ഒരെണ്ണം കഴിച്ചാൽ നല്ലതായിരിക്കും. രാവിലത്തെ കാര്യം റെഡിയായി. രാവിലത്തെ കാര്യം റെഡിയായി. ഓരോ വടപ്പാവ് കഴിച്ചേക്കാം. ഇത് വടയാണ് ഉണ്ടാക്കി വെച്ചത്. വടയും അതുപോലെ പച്ചമുളക് വറുത്തത്. ഇത് ബ്രെഡാണ് കേട്ടോ. ഇതിനകത്ത് ബ്രെഡ് മാവിനകത്ത് ടോസ്റ്റ് ചെയ്ത് അല്ല പൊരിച്ച് വെച്ചേക്കുന്ന കടലമാവിനകത്ത് വറുത്ത് വെച്ചത്. അതെ തന്നെ. അപ്പം അതെ ഓരോ വടാപ്പാവും 3 മുളകുണ്ട്. ആരെങ്കിലും ഒരാൾക്ക് 2 ആരൊക്കെ എരിവ് കൂടുതൽ വേണോ 2. എനിക്ക് മുളക് വേണ്ട, അപ്പോൾ കുഴപ്പമില്ലല്ലോ. നല്ല വടാപ്പാവാണ്, നല്ല പാവുക. ചൂടുവട വട ഇപ്പം രാവിലെ ഉണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ എന്നായെന്നറിയോ, ഉണ്ടാക്കി വെച്ചേക്കുന്ന പിന്നെ നമ്മളൊന്ന് പറയുമ്പോൾ വീണ്ടും എണ്ണയിലിട്ട് എടുക്കും. അത് കൊള്ളത്തില്ല, കുഴപ്പമില്ല. ഇപ്പം ഉണ്ടാക്കിയതാണ്. അങ്ങനെ പാവം നല്ല. അത് ചൂടുവട കണ്ടോണ്ടാണ് ഞാൻ പിന്നെ ഒരെണ്ണം കഴിച്ചേക്കാന്ന് വെച്ചത്. അപ്പം എത്ര രൂപയായിരുന്നു അവിടെ? 2 ചായയും 2 വടാപ്പാവും 60 രൂപ. 60 രൂപ. രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞു. രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞു 60 രൂപയായിരുന്നു. അപ്പം ഇന്ന് നമ്മൾ മഹാരാഷ്ട്രയുടെ ഗ്രാമങ്ങളിൽ കൂടെയാണ് പോകുന്നത്. ശരിക്കുവേ ഒരുപാട് നാളിങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും കൃഷിയെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കുകയോ നോക്കുകയോ പോലും ചെയ്തിട്ടില്ല. അത് മെയിൻ ഡ്രൈവർ വന്നാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ ഇപ്പോഴാണ് അതൊക്കെ നോക്കാൻ തുടങ്ങി. മഴ പെയ്യുന്നില്ലെങ്കിലും സൂര്യനെങ്ങി വരുന്നില്ല. ദിവാകരൻ ഉണർന്നില്ല. അതെ, അതിനാന്ന് വെച്ചാൽ ഇവിടെ എല്ലാം മഴ പെയ്തു കേട്ടോ. ഇഷ്ടം പോലെ മഴ പെയ്ത ലക്ഷണം. ഇഷ്ടം പോലെ. അതുകൊണ്ട് നല്ല പച്ചപ്പുണ്ട്. അതുകൊണ്ട് നല്ല പച്ചപ്പുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഇഷ്ടം പോലെ കാളവണ്ടി ഉണ്ട്. കുറച്ചപ്പോഴേ 2-3 കാളവണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോഴേക്ക് എല്ലായിടത്തും ഓരോ കാളവണ്ടി ഉണ്ട്, എല്ലാ വീട്ടിലും. എല്ലാവർക്കും അതെ. ഇവിടുത്തെ സാധാരണക്കാരന്റെ വാഹനമാണ്. അതെ, സാധാരണക്കാരന്റെ വാഹനം യാത്ര ചെയ്യുന്നതല്ല. അങ്ങനെ അതെ, യാത്ര ചെയ്യുന്നതല്ല, ഒരു കൃഷി ആവശ്യത്തിനായിട്ട്. പിക്കപ്പ് അതെ. അതുപോലെ തന്നെ നമ്മൾ രാവിലെ കാപ്പി കുടിച്ചത് പാവപ്പെട്ടവന്റെ ബിരിയാണിയാ. അതെ, കുഴപ്പമില്ല. എല്ലാവരും ജോലിക്ക് വന്ന ഓരോ വടാപ്പാവും കഴിച്ചിട്ടാ. അതെ, കുറച്ച് വെള്ളം കൂടെ കുടിക്കണം, കുതിരണ്ടേ. അല്ലേലും ഇവരെ മഹാരാഷ്ട്രക്കാർ രാവിലെ വലിയ കട്ടിക്കൊന്നും കഴിക്കുകയല്ല, ചെറുതായിട്ട് കഴിക്കും. ഉച്ചയ്ക്കാണ് നല്ലപോലെ ഫുഡ് കഴിക്കുന്നത്. റൊട്ടിയോ ചപ്പാത്തിയോ ഒരു 12 മണിക്ക് ശേഷം. അതെ, റൊട്ടി ചപ്പാത്തി അല്ല, അതിന്റെ കൂടെ കുറച്ച് ചോറും. അതെ, ചോറെന്ന് പറഞ്ഞാൽ ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയൊരു പാത്രത്തിൽ അത്രേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം എന്തെങ്കിലും. പക്ഷെ ഉച്ചയ്ക്കാണ് നല്ലപോലെ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ചാൽ മതി ആഹാരം. ശരിക്കും വൈകുന്നേരം വലിയ കഴിപ്പില്ല, ചെറുതായിട്ടേ ഉള്ളൂ. ഒരു നേരം നല്ല രീതിയിൽ കഴിക്കുന്നുള്ളൂ. ശരിക്കും ഫുഡ് അത് മതി. അത് ഇവിടെ അത്ര വയറ് ചാടിയവരും അങ്ങനെയുള്ളവരെ കാണാൻ കുറവല്ലേ. വയറ് കൂടുതലും ചാടിയവർ നമ്മൾ കേരളത്തിലുള്ളവർക്കാന്ന് വെച്ചാൽ ചോറ് കൂടുതൽ കഴിക്കുന്നുണ്ട്. ചോറ് അതെ. ഇവിടെ ഇവർ വൈറ്റ് റൈസ് അതൊരു ശകലേ കഴിക്കുള്ളൂ. ചപ്പാത്തി കഴിച്ചതിന് ശേഷം കുറച്ച്. പക്ഷെ നമ്മൾ ചോറ് കഴിച്ച് ശീലിച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് റൊട്ടി തന്നെ കഴിക്കാൻ പാടുവാ. റൊട്ടി തന്നെ കഴിച്ചാൽ ഒരു ബുദ്ധിമുട്ടാണ്. ചോറ് കഴിച്ചില്ലെങ്കിൽ വളരെ വയറിനൊരു സുഖമില്ല. രണ്ട് സൈഡും കൃഷി സ്ഥലങ്ങളാണ്. ചോളം, തക്കാളി, പച്ചമുളക്, കുറച്ചപ്പുറം ഓറഞ്ച് ഉണ്ടായിരുന്നു. നമ്മുടെ മെയിൻ ഡ്രൈവർ ഉണ്ടായിരുന്ന പിടിച്ചാൽ കിട്ടുകയില്ലായിരുന്നു കേട്ടോ. കാടിപ്പോയാനെ. അതെ, ഇവിടെ എന്നാലും മഴയൊക്കെ പെയ്ത് കൃഷികളെല്ലാം തുടങ്ങി. കർണാടക നമ്മൾ ആ ബീജാപ്പൂർ സൈഡ് അപ്പുറത്തോട്ട്, ബീജാപ്പൂരിനപ്പുറത്തേക്ക് അത്ര അങ്ങ് മഴ പെയ്തിട്ടില്ല. ഞങ്ങൾ കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. ഈ ഇവിടുത്തെ പുല്ലിനെല്ലാം കണ്ടോ ഇച്ചിരി ആ പച്ച കളർ കൂടുതലല്ലേ, ലൈറ്റ് പച്ച. നല്ല പച്ചപ്പാ. ഇതാ ലോണാവാലയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും അതുകൊണ്ട് തന്നെ മഴക്കാലം ആകുന്ന സമയത്തേ ഈ പുല്ലെല്ലാം ഇതുപോലെ ഈ ലൈറ്റ് കളർ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാ. കളവണ്ടി ഡീസൽ അടിക്കാൻ നിർത്തിയ കണ്ടില്ല. ഡീസൽ അടിക്കാതെ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, അതെ. പുതിയ ഷോറൂമാ കേട്ടോ, വണ്ടിയുടെ യാടാ ഇത്. യാടാ. അതെ, എത്ര എണ്ണാന്ന് നോക്കിയാൽ പുതിയ ഉണ്ടാക്കിയിട്ടേക്കുന്നത്. ഇതെല്ലാം ചെമ്മരിയാടാ കേട്ടോ. പക്ഷേ ചെമ്മരിയാടാണെങ്കിലും ഈ കാശ്മീരൊക്കെ കാണുന്ന ആടിൻ്റെ ഇനമല്ല, വേറെയാണ്. അതുമായിട്ട് വ്യത്യാസമുണ്ട്. സംവിധാൻ ചൗക്ക്. ഈ സ്ഥലപ്പേര് ഒരു കണ്ടലയാണ്, കണ്ടല. ഇതുണ്ട്, ഇത് വേറൊരു ഇനമാണ്. അതിൻ്റെ കൂടെ കണ്ടോ കാളയുണ്ട്. കാളയും പശുവുണ്ട്. കാളയല്ല, പശു. അത് പശുവാണോ? അതെ, അത് കാളയാ. സംശയമുണ്ടോ?
ഞാൻ നോക്കിയിട്ട് പശു ആണെന്നാ എനിക്ക് തോന്നിയത്. കാളയാ വേണേ നിർത്താം, അത് വരുമ്പോ ഒന്ന് കൺഫേം ചെയ്തിട്ട് പോവാം. ഓ അത്ര അത്യാവശ്യമൊന്നുമില്ല. ഇപ്പൊ അത് കാളയാണേലും പശു ആണേലും ഇപ്പൊ തന്നെ കാളയാണെ കാള, പശു ആണെ പശു, അത്രേ ഉള്ളൂ. ഇതെല്ലാം തക്കാളി കൃഷിയാണ്. തക്കാളി ഇത് വയറാന്ന് തോന്നുന്നുണ്ടോ? വേറെ തമിഴ്നാട്ടിലെ സേലത്തിനടുത്ത് നിന്ന് വെള്ളക്കുമാർ ലോഡുമായി നമ്മൾ കാശ്മീരിലേക്കാണ് നമ്മുടെ യാത്ര. ശ്രീനഗറിലേക്ക്, നമ്മുടെ സ്വന്തം ശ്രീനഗറിലേക്ക്. അതെ, അതൊക്കെയാണെങ്കിലും വഴി നല്ലതാണ്, ലെവൽ റോഡ്. റോഡിന്റെ നടുക്ക് തന്നെ ഒരു വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കും. ആക്സിഡന്റ് ഓടിക്കാൻ തോന്നുന്നു. ആക്സിഡന്റ് ഓടിഞ്ഞാൽ വീല് ഉരിപ്പോയാന്ന് തോന്നുന്നു. ആക്സിഡന്റ് ഓടിച്ചിട്ട് ചിലപ്പോൾ ഉരിപ്പോയായിരിക്കും. ആലയൊക്കെ കൊള്ളാം, നല്ല അടിപൊളി ആല. എന്നാ മേടിക്കണ്ടേ? നമുക്കിവിടെ ചില പച്ചക്കറി മേടിച്ചോണ്ട് പോയേക്കാം. മേടിച്ചോ. കത്തിയ വല്ലതും വേണോ? ഇതേണ്ടോ? ഓ കത്തി വേണ്ട, നമുക്ക് പറ്റിയ കത്തിയല്ല. ഇതുണ്ടോ? ഇതല്ലേ ഈ കളയെടുക്കാനൊക്കെ ഉള്ള കത്തികളാണ്. അതെ, സവോള മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സവോള ഇവിടെ ചെറുതാ. സവാളയുടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ നല്ല സവാള ഇല്ല. വേറെ എവിടുന്നേലും മേടിക്കാം. നല്ലതെല്ലാം കയറ്റി വിടും, ബാക്കിയെല്ലാം തിരിയുടെ അവിടെ ഇല്ലല്ലോ. ഇവിടെ കാണാനും ഇല്ല. അതറിയാം, എല്ലാവരുടെയും വീട്ടിൽ കാണും, അതുകൊണ്ടായിരിക്കും. അതെ, ഇവിടെ കട വന്നാലും അധികം സവോള മേടിക്കാൻ എല്ലാവരുടെയും വീട്ടിൽ കൃഷി കാണും. അതെ, കടയിൽ നിന്ന് അധികം മേടിക്കേണ്ട കാര്യമില്ല. എന്നാ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാം. വൈജാപ്പൂരാ ഇത്. ബൈജാപ്പൂർ അതെ, ബീജാപ്പൂർ അല്ല, ബൈജാപ്പൂർ. നമുക്ക് ഇവിടുന്ന് റൈറ്റാ പോകണ്ടേ. ബൈജാപ്പൂരിൽ നിന്ന് നമുക്ക് എവള പോകണം. എവള മന്മേഡ് മാലഗാവ് നേരെ ദുലേ ഷിർപൂർ, അങ്ങനെ പിന്നെ സെന്തുവ, അങ്ങനെ പോകണം. സൈഡിൽ മൊത്തം ഇതുണ്ട്, റോഡിലെ കച്ചവടം, തട്ടുകടകളും എല്ലാമായിട്ട്. റോഡ് കയ്യേറിയേക്ക. ഫ്രൂട്ട്സും പച്ചക്കറികളും മാത്രം. രാവിലെ പിള്ളേരെല്ലാം സ്കൂളിലേക്ക് നടന്നാണല്ലോ പോന്നെ. ഇവിടെ ഇഷ്ടം പോലെ പേരാലുണ്ട്. പഴയ ഒരു ടോൾ ബൂത്താണ്. ഒരുപാട് പഴയതാണെന്ന് തോന്നുന്നല്ലോ. ഒരുപാട് പഴയതാണ്, പക്ഷെ ഇതൊന്നും നിർത്തിയിട്ടില്ലല്ലോ. ഒക്കെ നിർത്തേണ്ട സമയം കഴിഞ്ഞാന്ന് തോന്നുന്നു. ശരിക്കും നമ്മൾക്ക് NH52 വഴി നേരെ പോകാമായിരുന്നു. പക്ഷെ അവിടെ കണ്ണാട് ഘാട്ട് ബ്ലോക്ക് ചെയ്തേക്കാം. ലോറി ഇപ്പം അതിലേ വിടുകയല്ല. അതിലേ പോകുമായിരുന്നെങ്കിൽ എന്ത് എളുപ്പമുണ്ടായിരുന്നു. നല്ല എളുപ്പമുണ്ടായിരുന്നു അതിലേ പോകുമായിരുന്നേ. അതെ, അവിടെ ഒരു ബ്ലോക്ക് ചെയ്യാൻ കാര്യം തന്നെ. അതാ പോലീസുകാർ പറഞ്ഞ ഏതാണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എങ്ങാണ്ട ട്രക്ക് അതിലേ വിടണ്ടെന്ന് ഇങ്ങനെ ഒരു ഓർഡറാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ്. എവളാന്ന് പറഞ്ഞ സ്ഥലം ഇത്. ഇവിടെ എല്ലാവേ കുടിവെള്ളം ഇതുപോലെ ഈ വണ്ടിയിലെ പിക്കപ്പൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നിറച്ചു കൊടുക്കുന്നുണ്ട്. 20 ലിറ്ററിൻ്റെ കന്നാസിനകത്ത്. കുടിവെള്ളത്തിന് ഷോർട്ടേജ് ഉള്ളതായിരിക്കും. അതാ വെള്ളമുണ്ട്, ഇത് ഫിൽട്ടർ ചെയ്ത വെള്ളമായിരിക്കും. ഇതെല്ലാം ബോർവെല്ലല്ലേ മൊത്തം. വെള്ളക്ഷാമൊന്നും അങ്ങനെ ഇല്ല. മഹാരാഷ്ട്ര മിക്ക സ്ഥലങ്ങളിലും വെള്ളമുണ്ട്. ഇതേ പണ്ട് നമ്മളെ ആ NH4 പോയിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇത്രയും വീതി ഇല്ലായിരുന്നു, വീതി കുറവായിരുന്നു. 2 വണ്ടി പാസ്സാവും, അത്രയും വീതി ഉള്ളായിരുന്നു. ഇപ്പൊ പിന്നെ ഇച്ചിരി വീതിയുണ്ട് വഴിക്ക്. അതെ, പിന്നെ മിക്ക വഴികളും 4 ലൈൻ ആയില്ലേ. അന്നേരം ഇതുപോലെ വണ്ടി ഇപ്പൊ പോയിക്കൊണ്ടിരുന്ന പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഗ്യാപ്പില്ലാതെ വണ്ടി വന്നോണ്ടിരിക്കും. നമുക്കൊരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ പറ്റത്തില്ല. ഇപ്പൊ ഏതൊക്കെയായാലും എല്ലാം 4 ലൈൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. ഇതുപോലെ ചെറിയ വഴിക്ക് ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് മാറി ഒരുപാട് സുഖമായി വണ്ടി ഓടിക്കാനും എല്ലാം. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ പെട്ടെന്ന് വണ്ടി ഓടിയെത്തും, 4 ലൈൻ ആയതുകൊണ്ടേ. അതെ, ഇതൊരു കാറ്റാടിയുടെ യാടാ. ഇഷ്ടംപോലെ ഉണ്ടല്ലോ, ഒത്തിരി ഉണ്ട് സ്റ്റോക്ക്. ഇവിടെയൊക്കെ ഒത്തിരി കാറ്റാടി ഉള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. ഇങ്ങോട്ട് മഴ തുടങ്ങി ചെറുതായിട്ട്, ചെറിയ മഴ, ചാറ്റമഴ. ഈ മഴയാ കൊള്ളുകയല്ലാത്തത്. ഇങ്ങനെ ഈ ചെറിയ ചാറ്റമഴയുടെ പ്രശ്നം എന്നാ വെച്ചാൽ ഈ ചെളി ഇങ്ങനെ റോഡിലെ ആയിട്ട് പെട്ടെന്ന് ചവിട്ടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സ്ലിപ്പാവും. അതെ, ഇതെല്ലാം ചെളിയായിട്ട് കുഴഞ്ഞു കിടക്കും. നീ ഓർക്കുന്നുണ്ടോ ഇന്നാളെ പണ്ട് നമ്മൾ MH വണ്ടി ഉണ്ടായിരുന്ന കാലത്ത് അതിൽ വന്നിട്ട് ആ കോലാപ്പൂര് അവിടെ വന്നിട്ട് ചവിട്ടി സ്ലിപ്പായി പോയെ. ചേച്ചി ഇങ്ങനെ വിലങ്ങിയിട്ടല്ലേ? ചേട്ടായി ഉറക്കുന്നുണ്ടോ? ഉണ്ട്. അയ്യോ, എന്നാ ചേട്ടായി അവിടെ നിന്ന് എടുത്തിയോട്ടെന്ന് പറഞ്ഞോണ്ട് അതിനിട്ട് ഇടിക്കാതെ. അതാ എല്ലാം ഇറങ്ങിപ്പോയി ഇടിച്ചാനെ. ചവിട്ടി പിടിച്ച അതാ ഇപ്പം കുറ്റിപ്പുറത്ത് അപകടം ഉണ്ടായില്ലേ. അതെ, അപ്പൊ അതിന്റെയും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കാതെ വരുമ്പം എല്ലാവരും എന്ത് ചെയ്യും, പെട്ടെന്ന് ബ്രേക്ക് അങ്ങ് ചവിട്ടി പിടിക്കും. ഒരിക്കലും ചവിട്ടി പിടിക്കാൻ പാടില്ല. ചവിട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നിരങ്ങി അങ്ങ് പോവുള്ളൂ. ബ്രേക്ക് ഒന്ന് എടുത്ത് ചവിട്ടിയിരുന്നെങ്കിൽ ആ വണ്ടിയാണെങ്കിൽ പോലും മറിയലായിരുന്നു. വേറെ എവിടെയെങ്കിലും തട്ടുമൊക്കെ ചെയ്യുള്ളൂ, അതുപോലെ സ്ലിപ്പായി പോകത്തില്ലായിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സൈഡിൽ ഇരിക്കുക, സവാള റോഡ് അല്ലേ, അപ്പൊ നീ ഓടിക്കുന്നു. കമ്പനിയിൽ നിന്ന് ചേസ് ഓടിച്ചോണ്ട് പോയ ആള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരുന്നത് ശ്രദ്ധിക്കാതെ വണ്ടി തിരിക്കാനായിട്ട് വട്ടം തിരിച്ചു റോഡില്
ആ ചേസ് നിന്ന് ഓഫായി പോയി. അന്നേരത്തേന് ഞാൻ വന്ന് ബ്രേക്ക് ചവിട്ടിയപ്പം നിരങ്ങി അങ്ങ് സ്ലിപ്പായി അങ്ങ് ചെല്ലുക. അന്നേരത്തേനും ചേട്ടായി എടുത്ത് ചവിട്ടാൻ പറഞ്ഞ് ഇങ്ങനെ എടുത്തെടുത്ത് ചവിട്ടിയപ്പം കറക്റ്റ് നിന്നു. തൊട്ടില്ല എന്ന പോലെ നിന്നു. അല്ലെങ്കിൽ നേരെ പോയി ഇടിച്ചാനെ ചിലപ്പോ. ആ കണ്ടീഷൻ ആയിരുന്നെങ്കിൽ എടുത്ത് ചവിട്ടിയില്ലെങ്കിൽ നേരെ പോയി അതിന്റെ ഇടിച്ചാൽ അതിന്റെ പിടിക്കും. ചിലപ്പോ ഈ സ്ലിപ്പായി റോഡിന് വട്ടമായിട്ട് വണ്ടി മറിയാനും ഒരു സാധ്യത. അതെ, അതിങ്ങനെ ചാറ്റമഴ പെയ്യുമ്പോൾ മിക്കവാറും ഞാൻ ഓർക്കും. അതൊക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടതാ. അതാ ബ്രേക്ക് ഇങ്ങനെ എടുത്തെടുത്ത് ചവിട്ടിയപ്പം അതെന്നാന്ന് വെച്ചാൽ ചവിട്ടി പിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, വീല് ജാമായിട്ട് കറങ്ങാതിരിക്കും. അപ്പൊ ഈ ചെളിക്ക് അതൊരു തെന്നി അങ്ങ് പോകും. ചെളിയാണേലും ഐസ് ആണേലും ഏതിനകത്താണേലും മഞ്ഞിനകത്തൊക്കെ ആണേലും സംഭവിക്കുന്നതാ. അപ്പൊ നമ്മൾ ചെറുതായിട്ട് ചവിട്ടി കൊടുത്താൽ മതി. എടുത്തെടുത്ത് ഇങ്ങനെ ചവിട്ടി കഴിയുമ്പോൾ അന്നേരം ഇച്ചിരി വണ്ടി അങ്ങ് നമ്മുടെ കൺട്രോളിലേക്ക് വരും. അതെ, ഇപ്പോഴത്തെ വണ്ടികൾക്കൊന്നും ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ABS ഒക്കെ ഉള്ള വണ്ടികൾക്കാണ് ഉണ്ടെന്ന് പറഞ്ഞാലും അത് ഓരോ സാഹചര്യം. ABS ഉള്ളതുകൊണ്ട് കുറെ ഒത്തിരി വ്യത്യാസമുണ്ട്. എങ്കിലും എടുത്ത് ചവിട്ടണം. അതെ, ഇവിടെ എല്ലാം കോട ഇറങ്ങി. അതെ, മഞ്ഞും മഴയും. ഈ മഹാരാഷ്ട്രയിൽ ഇതുപോലെ ഈ ചാറ്റമഴ ഇതുണ്ടോ, ഈ ചെളിയെല്ലാം കൂടെ കയറിയിട്ടുണ്ടോ? അതെ, ചെളിയെല്ലാം കുഴഞ്ഞു കിടക്കുക. അന്നാ മറ്റേ പൂനെ ബാംഗ്ലൂർ റോഡ് 4 ലൈൻ ആകുന്നതിന് മുമ്പ് ഇത്രയും വീതിയേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് ഇതിങ്ങനെ ചെളി വണ്ടി ഓടി മൊത്തം ചെളിയായിട്ട് ഇങ്ങനെ കിടക്കും. നമ്മള് ഒരു വണ്ടി പോകുമ്പോഴത്തേനും ആ ചെളി മൊത്തം നമ്മുടെ ഗ്ലാസ്സിലേക്ക് തെറിക്കും. നല്ല മഴ പെയ്യുന്നുണ്ടെങ്കിൽ വൈപ്പർ ഇട്ട് വിട്ടാൽ മതി. പക്ഷെ ചെറുതായിട്ട് ചാറുമ്പോൾ ഈ ചെളിയും കൂടെ വന്നിട്ട് മൊത്തം ഗ്ലാസ്സെ കുഴഞ്ഞിരിക്കും. റോഡ് കിടക്കുന്ന കണ്ടോ, വലിയ വണ്ടികൾ തന്നെ ഓടുന്ന വഴിയാ. ലോഡ് വണ്ടികൾ തന്നെ. ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കിടക്കുക. ഈ ഇങ്ങനെയൊക്കെ പറ്റിപ്പോയാലാണ് വലിയ പണി. ഇതേ രാത്രിയിലൊക്കെ വരുമ്പോൾ ഭയങ്കര അപകടമാണ് ഇങ്ങനെ വണ്ടി കിടക്കുന്നത്. ചെറിയൊരു ഇറക്കവും കൂടെ. തമിഴ്നാട് വണ്ടി എത്ര എണ്ണം നോക്കി. ഇവരെല്ലാം കൂടുതലും ഗുജറാത്തൊക്കെ ഓടുന്ന വണ്ടികളാണ്. മഴയൊക്കെ കുറഞ്ഞ് ചെറിയ തെളിച്ചമായി, വെയിൽ വന്നു. ബദേൽ ചർച്ച് മൻമാട് 1940 പള്ളി ഇത്. കാരുണ്യ ഹോസ്പിറ്റൽ മൻമാട്, ഇത് 74 ഹോസ്പിറ്റലാണ്. മൻമാട് റെയിൽവേ സ്റ്റേഷനാണ്. ഈ വണ്ടിയെല്ലാം ഇതിലേ വരുന്നതുകൊണ്ട് ഇവിടെ ഈ വഴിക്ക് നല്ല തിരക്കാണ്. ബൈപ്പാസ് ഒന്നും ഇല്ലല്ലോ, എല്ലാം ടൗണിൽ കൂടെ കയറിയല്ലേ പോകുന്നത്. ടൗണിലെല്ലാം ഭയങ്കര ബ്ലോക്കുവാ. വലിയ ബ്ലോക്കില്ല, ഓടി അങ്ങ് മാറും, കുറച്ച് തിരക്ക്. അല്ല, ഇതെല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്, കല്ല് വെച്ച് കെട്ടിയ പഴയ ബിൽഡിങ്ങുകൾ. പ്രാചീന വാസ്തുശില്പിയിലുള്ളതാണോ? കുറച്ച് പേര് ഇതേ വഴി നിൽക്കുന്നു. നോക്കിയേ, ഒരു പ്രശ്നമില്ല. എനിക്കത് ഈ റോഡിൽ പശു നിൽക്കുന്ന ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാന്ന് തോന്നുന്നു. ഈ വളരെ ശ്രദ്ധിക്കേണ്ട. എന്നാ വെച്ചാൽ ഹൈവേയിൽ വലിയ തിരക്കില്ലാത്ത വഴിയാ, പക്ഷെ രാത്രിയും പകലും എല്ലാം ഈ പശു കാണും റോഡിന്റെ നടുക്ക്. കർണാടകയിലും ഉണ്ട്. എറണാകുളം ഉണ്ട്, പക്ഷെ കൂടുതലും മധ്യപ്രദേശിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഓമിനി ടാക്സി ഉണ്ടോ, മഞ്ഞയും കറുപ്പ് അടിച്ചേക്കുന്ന വണ്ടികൾ. കൊള്ളാല്ല, പണ്ടത്തെ സിനിമയിലൊക്കെ വില്ലന്മാര് വരുന്നതാ. അല്ല, മറ്റേ പ്രീമിയർ പത്നിയില്ലായിരുന്നോ, മറ്റേ ബോംബെ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞ പോലെ. അല്ല, ഇവിടെ പക്ഷെ ഇപ്പോഴും ഉണ്ടല്ലോ ടാക്സി വണ്ടി. ചില വണ്ടികൾക്കെല്ലാം ഈ മഞ്ഞയും ബ്ലാക്കും കളറുണ്ട്, കാറിനും ഉണ്ട്. അത് പഴയ വണ്ടികൾ മാറ്റാത്തതായിരിക്കും ചിലപ്പം. അങ്ങനെയാണോന്ന് അറിയത്തില്ല. പക്ഷെ സാധാരണ നമ്മുടെ അടുത്ത പോലെ തന്നെ എല്ലാ കളറിലുള്ള ടാക്സി ഉണ്ട് താനും. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ചൗക്ക്. ഇത് ബ്ലോക്കായിട്ട് കിടക്കുന്നില്ല, വണ്ടികൾ ഇങ്ങനെ ഓടി അങ്ങ് നീങ്ങുന്നുണ്ട്. ഒഴുകി പോവാ. ഒഴുകിയെന്ന് പറയാൻ പറ്റില്ല, പതുക്കെ എഴഞ്ഞു പോവാ. അങ്ങനെയും പറയാം. എന്തെല്ലാം ലോഡുകളായി വണ്ടികളിൽ പോകുന്നതല്ലേ. അതെ, ഓരോ വണ്ടിയിലും ഓരോരോ സാധനങ്ങളാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയുന്ന പോലെ എല്ലാ സാധനങ്ങളും ഇതുപോലെ ലോറികളിലല്ലേ എത്തുന്നത്. ഇപ്പൊ നമ്മുടെ വണ്ടിയെ ചൂലായിരിക്കുന്നത്. അതെ, ഇപ്പൊ പോയ ട്രാക്ടർ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം സാധനങ്ങളാണ് ഇങ്ങനെ പോകുന്നത്. ആ കാണുന്നൊക്കെ സവാള ഗോഡൗണാണ്. കൃഷിസ്ഥലത്ത് നിന്ന് ചെറിയ വണ്ടിയല്ല. ഇപ്പൊ ഈ വണ്ടിയൊക്കെ സവാളയും കൊണ്ട് വന്നേക്കുന്ന. ട്രാക്ടറെല്ലാം അവിടെ കൊണ്ട് ഇറക്കി വെച്ച് പിന്നെ തൂക്കാൻ വേണ്ടി വേവ്രിജിൻ തൊട്ടടുത്ത് തന്നെ ഇതുണ്ടോ. പഴയ പാലമാണ്, എത്ര പഴക്കമുള്ള പാലമായിരിക്കും നോക്കി. ഇപ്പൊ ഉപയോഗിക്കുന്നൊന്നുമില്ല. അങ്ങ് വരെ അങ്ങ് ലോറികളുടെ നീണ്ട നിരയാണ്. നമ്മുടെ പുറകോട്ടും കുറേ വണ്ടികളായി. ഇങ്ങോട്ട് ഇഷ്ടം പോലെ വണ്ടികൾ വരുന്നുണ്ട്. ഇത്ര നേരം നിരപ്പ് വഴിയൊക്കെ നമ്മൾ വന്നത്. ഇതിപ്പോൾ ചെറിയൊരു ഘാട്ട് ഇറങ്ങാം അങ്ങോട്ട്. ഘാട്ട് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യണ്ടേ. ആ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഫ്രണ്ടിലെ ടയർ. പുള്ളി ഒറ്റയ്ക്കുള്ളെന്ന് തോന്നുന്നു. വേറെ ആരും കാണാനില്ല അവിടെ. ലോറികളെല്ലാം ഇങ്ങനെ പതുക്കെ കയറി വരുന്നുണ്ടോ. മുമ്പേ മിക്കവാറും ബ്ലോക്ക് ഉണ്ടായതേ ഈ ഘാട്ടിൽ ബ്ലോക്കായിട്ടാണ്. ഘാട്ടിൽ ലോഡ് വണ്ടിയൊക്കെ പതുക്കെയല്ലേ കയറി വരത്തുള്ളൂ. ചിലയിടത്ത് വലിയ വണ്ടി ട്രെയിലറുകളൊക്കെ വരുന്നുള്ളതുകൊണ്ടേ വളവിന് തിരിഞ്ഞു വരാനൊക്കെ പാട് വരും. കയറിയൊക്കെ വരുമ്പം അങ്ങനെ ബ്ലോക്ക് ആകുന്ന. അതെ, ഒരു സൈഡ് ചവിട്ടി നിർത്തുമ്പോൾ അടുത്ത സൈഡ് ബ്ലോക്ക് ആകും. അതാ മിക്കവാറും അതിനാ സാധ്യത. ഇപ്പൊ ഇതേ വീണ്ടും ഇവിടെ ബ്ലോക്കായിട്ട് നിൽക്കുക.
ഈ ഘാട്ടിൻ്റെ പേരാണ് ചോണ്ടിഘാട്ട്. അപ്പോൾ നമ്മൾ ചോണ്ടിഘാട്ടൊക്കെ ഇറങ്ങി ഇതേ താഴെ വന്നു. ഘാട്ട് സമാപ്ത്. ഒരു 1/4 മണിക്കൂർ പോയി. അതെ, ബ്ലോക്ക് 3/4 മണിക്കൂറല്ല, അവിടെ തൊട്ട് നോക്കുകയാണെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇപ്പോൾ ഏതൊക്കെയായാലും വഴി നല്ല വഴിയാണ്. ഇന്നാളെ ഞങ്ങൾ വന്നപ്പോൾ ഈ വഴി മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കായിരുന്നു. അതെ അല്ലേ? അത്ര വലിയ ഘാട്ടൊന്നുമല്ല, ചെറിയൊരു ഘാട്ടാണ് ശരിക്കും. ഇതേ മുന്നോട്ടും എന്തോ ബ്ലോക്ക് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെയുള്ള ഡബിൾ ലൈനുകളിലേ ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് മാറാൻ സമയമെടുക്കും. ഈ വണ്ടികൾ എവിടെയെങ്കിലും ശകലം നേരം നിർത്തിയാൽ മതി, എല്ലാ വണ്ടിയും അങ്ങ് നിൽക്കുകയല്ലേ. അതെ, ഫുൾ ബ്ലോക്കാണ്. കുറേ നേരമായി ഇവിടെ ബ്ലോക്കിൽ പെട്ട് കിടക്കാനായിട്ട്. ഇതുവരെ വണ്ടിയൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. പുതിയൊരു ധാവയാണ്. വണ്ടിക്കാരെല്ലാം ഇവിടെ ഒതുക്കിയേക്കാണ് കുറേ വണ്ടികളൊക്കെ, ട്രെയിലറുകളൊക്കെ. ബൈക്കുകാരും കാറുകാരും ഒക്കെ അതിലേക്ക് വന്ന് കയറി പോകുന്നുണ്ട്. ഈ ബ്ലോക്കായിട്ട് നിൽക്കുന്നിടത്ത് റോങ് സൈഡിൽ കൂടെ വണ്ടികൾ കയറി ചെല്ലും. ഇതുണ്ട്. അതുകൊണ്ടും കൂടെ ഇപ്പോൾ വണ്ടി നീങ്ങാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. കാറുകാരും ചെറുവണ്ടിക്കാരെല്ലാം അതിലേക്ക് കയറി പോകുന്നുണ്ട്. ധാവയിലെല്ലാം ഇതുപോലെ ഒരു ടാങ്ക് കെട്ടി അതിനകത്ത് വെള്ളവും കാണും. അപ്പോൾ അവിടെ നമുക്ക് വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് ടാങ്കിൽ നിന്ന് കോരി കുളിക്കാം. ചുറ്റും എല്ലാവരും കൂടെ നിന്ന് കോരി അങ്ങ് കുളിക്കുകയാണ്. അതൊക്കെ ഒരു രസമല്ലേ? അതെ, എന്ത് വണ്ടികളാണ് ഈ റൂട്ടിൽ വരുന്നത് അല്ലേ? വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആ റോഡ് ഓപ്പൺ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒന്ന് ഓർത്ത്, ഈ ചെറിയ ഘാട്ടായിട്ട് ഇവിടെ ഇതുപോലെ ബ്ലോക്ക് ആവുന്നുണ്ട്. ആ മറ്റേ കന്നാട് ഘാട്ട് അപ്പോൾ ഇത്രയും വണ്ടികൾ അതിലേ വരുമ്പോഴോ ഇതിലും ഭയങ്കര ബ്ലോക്കായിരുന്നു. അതുകൊണ്ടാണ് അത് ഇപ്പൊ ലോറി അതിലെ വിടാത്തത്. അതുകൊണ്ടാണ്. അത് വലിയ ഘാട്ടം ഇതുപോലൊന്നും അല്ല, ഭയങ്കര ഇറക്കമാ. ഭയങ്കര ഒരു മല കുത്തിറക്കുക താഴേക്ക് ചെല്ലണം. കുറെ വളവുകളും ഉണ്ട്, നല്ലപോലുള്ള ഹെയർപിൻ ബെൻഡുകൾ കുറെ ഉണ്ട്. അത് ഒരുപാട് അപകടങ്ങളും ഉണ്ടാകുന്ന അവിടെ പരിചയമില്ലാത്ത വണ്ടിക്കാർ വന്നിട്ടേ. ഈ വണ്ടികൾ ഇതുപോലെ പതുക്കെ കയറി വരുമ്പോഴേ ഓപ്പോസിറ്റ് വരുന്നവർ പരിചയമുള്ളവരുണ്ടെങ്കിൽ വർത്താനം പറയാൻ വേണ്ടി ശാലം നേരം നിർത്തുന്നുണ്ട്. ഇപ്പോഴും പതുക്കെ പോകുമ്പോഴല്ലേ നിർത്തി വർത്താനം പറയാൻ പറ്റുള്ളൂ. വീട്ടിൽ പോകുമ്പോൾ പറ്റിയല്ലോ. കേരള ടയേഴ്സ് എന്ന് എഴുതിയേക്കുന്നത് കേരള ടയേഴ്സ് എന്നേ ഉള്ളൂ. മലയാളികളില്ലെന്ന് തോന്നുന്നു. പേരെങ്ങനെ ഇട്ടേക്കുന്നേ ഉള്ളതെന്ന് തോന്നുന്നു. പണ്ട് മലയാളി ഉണ്ടായിരുന്നായിരിക്കും. പണ്ട് മലയാളി ഉള്ള കടയായിരുന്നായിരിക്കും. ശിഷ്യന്മാരായിരിക്കും ഇപ്പം നടത്തുന്നത്. ഈ സൈഡിൽ ഒരു കടയുണ്ടല്ലേ? ഇവിടെ ഒരു കടയുണ്ട്. ടയർ കട പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവർക്ക് പക്ഷേ ഉണ്ടല്ലോ ഈ ലോക്കൽ വണ്ടികളുടെ പണിയായിരിക്കും കൂടുതൽ. അതെ, പിന്നെ ഹൈവേ അല്ലേ, വരുന്ന പണി അല്ലാതെയും കിട്ടും, വലിയ വണ്ടിയുടെയും കിട്ടും. ഈ വഴിയേ കൂടുതലും ട്രെയിലറുകളാണ് വരുന്നത്. വലിയ വണ്ടികൾ മാത്രമേ ഉള്ളൂ. ചെറുവണ്ടി കാറുകൾ വളരെ കുറവാണ്. ചെറുവണ്ടി ഒട്ടുമില്ല, കാറൊന്നും ഇല്ല. അല്ല, ചെറിയ ലോറി ആണേലും കുറവാ. ഓടിക്കണോ? വേണ്ട, ഞാൻ ഓടിച്ചോളാം. ഇപ്പം പ്രേക്ഷകരെല്ലാവരും കേട്ടോണം, ഞാൻ ഓടിക്കണമെന്ന് ചോദിക്കുന്ന. പക്ഷെ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഓടിച്ചോളാം. ഓടിക്കുന്ന ആ സുഖം. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ചാരി ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, അല്ലാതിരുന്ന എനിക്ക് നടുവേന എടുക്കുന്നേ. അപ്പൊ അതൊന്ന് പറഞ്ഞേ എന്നറിയോ? ഇല്ലെങ്കിൽ പറയാ പാവൻ രാജേഷിനെ കൊണ്ട് മാത്രം പണി ചെയ്യിക്കുന്നു. ഞാൻ ചെയ്യുന്ന പണി ആരും കാണുന്നില്ലല്ലോ, ക്യാമറയ്ക്ക് പിന്നിലല്ലേ. അതൊന്നും അല്ല, ഞാൻ ഡ്രൈവിംഗ് സീറ്റേന്ന് മാറാഞ്ഞിട്ടാ, വേറെ കാര്യമൊന്നുമില്ല. അവിടെ വല്ല കൃഷിയുണ്ടോ അതോ കാട് മാത്രമേ ഉള്ളൂ? അത് കൃഷിയുള്ളതാ. കൃഷിയുള്ളതിന്റെ കാട് പറിച്ച് കളയാണ്ടോ? ഇതിപ്പോ മൊത്തം പറിച്ച് കളയാണല്ലോ. അത് ഏട്ടായിക്ക് അത് അറിയത്തില്ല. ഞാൻ പറിക്കാതെ നിൽക്കുന്നതൊക്കെ ആണ് കൃഷിയാ. അതെ, ഇത് ചെറിയൊരു ലോഡാണ്. ഇത് മിക്കവാറും ഘാട്ട് കയറി പോയാൽ മൊത്തം ബ്ലോക്ക് ആവും. പക്ഷെ ഇത് ഇവർ രാത്രിയിലെങ്ങാനും വണ്ടി ഇല്ലാത്ത സമയത്ത് പോകാൻ നിൽക്കുക. ഇതിന്റെ ടയർ എണ്ണ നോക്കിയേ. വെയിറ്റിനനുസരിച്ചുള്ള ആക്സിലാണ് കൂട്ടുന്നത്. നീളമുള്ള ട്രോളിയും നീളം കുറഞ്ഞും ഒക്കെ ഉണ്ട്. ഇന്നൊരു വടാപ്പാവയല്ല നിൽക്കുന്നത്. അതെ. എങ്ങനെയുണ്ട്, വിശക്കുന്നില്ലേ? വിശക്കൊന്നുമില്ല. അത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നുണ്ട്. ആണോ? പിന്നെ പാവ് കുതിർന്ന് അവിടെ കിടന്നോളും. അല്ല, പൊറോട്ട പോലുള്ള മൈലേജ് കിട്ടുകയല്ല. എന്നാലും കുഴപ്പമില്ല. പൊറോട്ട കിട്ടാത്തടത്ത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൂ. ഈ ട്രിപ്പ് ചെല്ലുമ്പോ ഉണ്ടല്ലോ നിന്റെ വയറ് കുറയും, ഉറപ്പാ. അതൊക്കെ അവിടെ നിന്ന് 10 ദിവസം നിന്ന് കഴിയുമ്പോ പഴയ കണ്ടീഷനാകും. ഒരാഴ്ച നിന്നാ മതിയല്ലോ. 2 ദിവസം കഴിയുമ്പോ. അതുകൊണ്ടോ കാളയെ കൊണ്ട് അവിടെ ഉഴുന്ന മണ്ണിളന്ന് ഇളക്കി കൊടുക്കുക. ഈ തയ്യെ കയറി ചവിട്ടുകയല്ലേ അന്നേരം അല്ലേ? തയ്യെ ചവിട്ടുകയല്ലായിരിക്കും, അതിന്റെ നടുക്കൂടാ പോകുന്നതെന്ന്. അങ്ങനെ അതിന്റെ ബാലൻസ് ചെയ്തേക്കുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടോ തൈ നല്ല അകലമുണ്ട് കേട്ടോ. നമ്മൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അകലം ഇല്ലാത്ത പോലെ തോന്നും. അപ്പൊ അതിനിടയ്ക്കൂടെ കാളയ്ക്ക് നടക്കാനുള്ള സ്ഥലമുണ്ട്. ബ്ലോക്ക് മാറുന്നില്ലല്ലോ. തന്നെ ഇത്ര ബ്ലോക്കിന് കാരണം ഒരു പിടിയില്ല. ബ്ലോക്കിൽ നിന്ന് കുറേ വണ്ടിക്കാരൊക്കെ ഹോട്ടലിന്റെ പാർക്കിങ്ങിലേക്ക് കയറ്റി നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര ചെയ്യാന്ന് ഓർത്തിട്ട്. എന്തേരെ വിശന്ന് നിൽക്കുന്നത്. അതെ, നമുക്ക് പക്ഷേ മെയിൻ റോഡിലോട്ട് കയറട്ടല്ലേ? മെയിൻ റോഡിൽ കയറിട്ട് കഴിക്കാം. ഹൈവേ കയറിട്ട് കഴിക്കാം. ഈ ടാങ്കറില് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇനിയേ വരാൻ പോകുന്നതൊക്കെ ഹൈഡ്രജൻ വണ്ടികളാണ്, വലിയ വണ്ടികൾ. നമ്മളെ ഈ വഴി ഇത്രയും ബ്ലോക്കായിട്ട് നമ്മൾ നിന്നിട്ട് ഒരു 20 കാറ് പോലും വന്നിട്ടില്ല. സത്യമാ. എത്ര നേരമായി? ഒരു 1.5-2 മണിക്കൂറായി. പക്ഷെ മൊത്തം ലോറികൾ മാത്രം. പിന്നെ ഇടയ്ക്ക് കുറച്ച് ബൈക്കും വന്നു. അയ്യോ, വിശക്കാൻ തുടങ്ങി കേട്ടോ. എനിക്കും വിശക്കുന്നുണ്ട്. പിന്നെ ഹൈവേ കയറാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും പിന്നെ ഒന്നും മിണ്ടാങ്ങിയിരുന്നത്.
ബ്ലോക്ക് ഹൈവേ കയറി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ഉണ്ടാവില്ല. വലിയ ദൂരം ഇല്ല ഹൈവേയിലേക്ക്. ഞാനിടയ്ക്ക് ഒരു ഏത്തപ്പഴം കഴിച്ചായിരുന്നു. ഏത്തപ്പഴം വേണ്ടല്ലോ? എനിക്ക് വേണ്ട. ഫ്രൂട്ട്സ് ഒന്നും കഴിക്കില്ല. അത് തന്നെയാണ് കുഞ്ഞുക്കളിയും. ഈ വാഴപ്പഴമൊക്കെ ഇടയ്ക്ക് ഓരോന്ന് കഴിക്കുന്നത് നല്ലതാണ്. ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇത്രയും ബ്ലോക്ക് കിട്ടുമെന്ന്. സത്യം. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് നീളത്തിലാണ് ട്രക്കുകൾ കിടക്കുന്നത്. അങ്ങോട്ട് ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. പതുക്കെ പതുക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അതെ. ഇപ്പൊ ഒത്തിരി നേരം അങ്ങ് നിന്ന് കിടക്കുന്നില്ലോ. അതെ. കുറച്ച് നീങ്ങും, പിന്നെ കുറച്ച് നേരം അവിടെ കിടക്കും. അങ്ങനെ JCB ലോഡ് ഇഷ്ടം പോലെ പോകുന്നുണ്ട്. ഒരു ട്രെയിലറൊക്കെ ഉണ്ടോ? 3 JCB. അതെ, 3 JCB ഓർമ്മ. പുല്ലിനൊക്കെ എന്നാ കളറാന്ന് നോക്കിയേ. ഇവിടെ ഒന്നും പശു വളർത്തലുകാരില്ലേ? കാണുമായിരിക്കും. ഇതാ നിൽക്കുന്നത്, നമ്മുടെ ചോളം. അത് ശരിയാ കേട്ടോ. പുല്ലായിരിക്കും. പുല്ലല്ല, ചോളം. ചോള കേട്ടോ. അതിന്റെ തയ്യ, അതുകൊണ്ടാ. അത് തയ്യ. അതെ. അപ്പുറം എന്നാ തയ്യ. എനിക്കും വലിയ പരിചയമൊന്നുമില്ല, ഇതിങ്ങനെ കണ്ട് പറഞ്ഞെന്നുള്ളൂ ഉള്ളൂ. ഈ ദാവയുടെ പാർക്കിംഗ് ഉണ്ടോ? ഏത് വണ്ടിയും കൊണ്ടേ അനായാസം പാർക്ക് ചെയ്യാം. അത്രയും വലിയ വലിയ വണ്ടികൾ വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വേണ്ടേ? കടയുടെ വലിപ്പം കണ്ടോ? അതിപ്പോ കട വണ്ടിക്ക് മറഞ്ഞു പോയി. കടയെന്ന് പറയുന്നത് ഒരു ചെറിയ കട കാണത്തില്ല. വേണ്ട, അപ്പുറം ആ ചെറിയൊരു ഷെഡേ ഉള്ളൂ കട. വിശാലമായ പാർക്കിങ്. ഡ്രൈവർമാരെല്ലാം കുളിക്കുന്നു. അവിടെ മാതളം ഇരിപ്പുണ്ടായിരുന്നു. മാതളം ഇവിടെ കൃഷി ഉണ്ടെന്ന്. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഡീസൽ വേണേ അടിച്ചോണ്ട് പോയാലോ? അടിച്ചാലോ? അടുത്ത പമ്പിന്ന് അടിക്കാം. ഡീസൽ തീർന്ന് വഴി കിടന്നിട്ടുണ്ടെങ്കിൽ മെയിൻ ഡ്രൈവർ തന്നെ മേടിക്കാൻ പോക്കണം കേട്ടോ. ഡ്രൈവർ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതൊക്കെ ക്യാമറമാൻ പോയി മേടിച്ചോണ്ട്. ക്യാമറമാൻ ക്യാമറ കൊണ്ടുള്ള പണിയൊക്കെ ചെയ്യും. അത് മേടിക്കാൻ പോകുന്ന വീഡിയോ എടുത്തോ? അതൊരു ഇതല്ലേ? ഇതെങ്ങനെ പോകുന്നതെന്നും ഒക്കെ പ്രഷറിലേക്ക് എത്തണ്ടേ? എന്നാ അത് ക്യാമറമാൻ പോയാലല്ലേ പറ്റുള്ളൂ. പിന്നെ ഡീസൽ അടിക്കാൻ കയറിയ ഇവിടെ മൊത്തം ഫുള്ള് ട്രെയിലറുകളാണല്ലോ. അതെ, ട്രെയിലർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ബെൽറ്റ് ഇടാം. ഏക്കാലും ശാലം തള്ളി നിൽക്കുകയല്ലേ, ഒന്ന് ബെൽറ്റ് ഇട്ട് സേഫ് ആയിക്കൊണ്ട് പോവാം. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പണിയാവും. അതെ, അതുകൊണ്ട് ബെൽറ്റ് ഇട്ടേക്കാം. അതിന്റെ ഫുൾ ഉത്തരവാദിത്തം മെയിൻ ഡ്രൈവർക്ക് മാത്രമാണ്. ബെൽറ്റ് ഇടുന്നതല്ല, ഇതിങ്ങോട്ട് ഈ കെട്ട് തള്ളിയതിന്റെ ഉത്തരവാദിത്തമൊക്കെ ആർക്കാന്ന് കണ്ടതാ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട. നമുക്ക് തൽക്കാലം ബെൽറ്റ് ഇടാം. ഞാനൊരു 100 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചിട്ട് കാണും. ഇതുവരെല്ലോ അതിനുശേഷം തള്ളിയത്. ഇത് എന്നാ പറ്റിയെന്നറിയോ? അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഇച്ചിരി ചേർന്നായിരുന്നു അവർ ലോഡ് ചെയ്തപ്പം ഇരുന്നേ. ഇതുണ്ടോ? റൈറ്റ് സൈഡിലത്തെ ആ ബണ്ടിലെല്ലാം അങ്ങോട്ട് തള്ളിപ്പോയി ലെഫ്റ്റിലേക്ക്. ബെൽറ്റ് ഇട്ടാലും ഉണ്ടല്ലോ, ബെൽറ്റ് ഒന്ന് പിടിച്ചു നിർത്താന്നുള്ളൂ. അത്രേ ഉള്ളൂ, നൂറത്തൊന്നുമില്ല. നീ നെയ്പരുവത്തിൽ ഓടിക്കണം. നെയ്പരുവത്തിലാണല്ലോ ഞാൻ ഓടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ സൈഡ് ആരെങ്കിലും നിപ്പുണ്ടോന്ന് നോക്കി. അങ്ങോട്ടൊന്നും അങ്ങോട്ട് ഇടാനല്ലേ? പോട്ടെ. ടൈറ്റാട്ടെ. മതിയോ? 2 ബെൽറ്റ് അങ്ങ് എടുത്തിട്ടു. അതായാലും നിൽക്കുമെന്ന് തോന്നുന്നു. മൊത്തത്തിൽ സൈഡിലേക്ക് ശാലം ചെരിഞ്ഞിട്ടുണ്ട് വണ്ടിയിലെല്ലാം. അപ്പം ബെൽറ്റൊക്കെ ഇട്ടു. നമുക്ക് ഡീസൽ അടിച്ചേക്കാം. കെട്ട് തള്ളിയിരിക്കുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഓടിക്കാൻ. ഇടത്തോട്ട് ശാലം മൊത്തത്തിൽ ലോഡ് തള്ളിയായിരിക്കുന്നത്. ബെൽറ്റ് ഇടാൻ പറ്റി, അവിടെ നിർത്തി. ഡീസൽ അടിക്കാൻ പറ്റിയില്ല. ഡീസൽ അടിക്കാൻ ചെന്നപ്പം പമ്പിൻ്റെ ഒക്കെ പുതിയ പമ്പ് തുടങ്ങിയതാ. വാഷ്റൂം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിനകത്തോട്ട് കയറാൻ പറ്റിയ വെള്ളമില്ല. അപ്പം വെള്ളം ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ ബക്കറ്റ് ടാങ്കർ അവിടെ കിടപ്പുണ്ട്, ബക്കറ്റ് എടുത്തുകൊണ്ട് പോയി ടാങ്കറിൽ നിന്ന് പിടിച്ചോളാം. ഞാൻ ആ ബക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നാൽ ബക്കറ്റൊക്കെ കൈകൊണ്ട് തൊടാൻ കൊള്ളത്തില്ല. പുതിയ പമ്പാ, തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് അടുത്ത പമ്പ് നോക്കാം. അടുത്ത പമ്പിൽ വന്നു. ആദ്യം പോയി വാഷ്റൂം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അടിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കാം. അടിക്കണമെന്നോ പിന്നെ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യാം. അതെ, എന്നോ ചില പമ്പുകളിൽ ചെന്നാൽ നമ്മൾ ഡീസൽ അടിക്കാതെ വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുക. അങ്ങനൊന്നുമില്ല. ചിലയിടത്തുണ്ട്, അങ്ങനെ ഇല്ലെന്നല്ല, ചിലയിടത്തുണ്ട്. നമ്മൾ സമ്മതിക്കരുത്. നമ്മളവിടെ നിന്ന് വഴക്കുണ്ടാക്കാൻ പോകണ്ടേ? അപ്പൊ നമ്മളിപ്പോ ആദ്യം വാഷ്റൂം നോക്കിട്ട് പോവാ, എന്നിട്ട് ഡീസൽ അടിച്ചാൽ മതി. അതെ, അടുത്ത പമ്പിലോട്ട് പോയേക്കാം. അവിടെ നിർത്തണ്ടേ? പോര്. പമ്പിലെ എല്ലാ അവസ്ഥ വളരെ മോശം. വർഷം നല്ലതായതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടുന്ന് ഡീസൽ അടിക്കാത്തത്. എന്ന് പറഞ്ഞാൽ പിന്നെ ക്ലോസറ്റ് പിടിപ്പിച്ചാൽ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇന്ത്യൻ ക്ലോസറ്റാ. അതുകൊണ്ട് അത് പിന്നെ അത് കഴുകിയിട്ടില്ല. ഇപ്പൊ ഈ മണ്ണിന്റെ കളറാ. അതെല്ലേ? എന്നാ പറയാനായി, വെള്ളമില്ല, ഫ്ലഷ് വർക്കാവുന്നില്ല. എന്നിട്ട് ഒരു നൂല് പോലെ പൈപ്പിൽ കൂടെ ചലിച്ച വെള്ളം വരുന്നുണ്ട്. നമ്മൾ വല്ല ടിഷ്യൂ ഒക്കെ മേടിച്ച് വെക്കണമെന്ന് തോന്നുന്നു. അതെ,
ഇനിയിപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്നില്ല. നീ ഏതായാലും മുമ്പ് ഡീസൽ അടിച്ചങ്ങ് പോയാൽ മതി. അതെ, ഡീസൽ അടിച്ചില്ലെങ്കിൽ എയർ പിടിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല തണുപ്പല്ലായിരുന്നോ? പക്ഷെ ഇവിടെ ചൂടായി. പക്ഷേ അപ്പം തണുപ്പ് മാത്രം പോരല്ലോ, ശാലം ചൂടൂടെ വേണ്ടേ? പിന്നെ വേണം. ഇവിടെ അടുത്തൊരു പമ്പ് കൂടെ കാണുന്നുണ്ട്. ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഒരെണ്ണം അപ്പുറത്തും കാണുന്നുണ്ട്. ഓൾറെഡി രണ്ടിടത്ത് നമ്മൾ കയറി, മൂന്നാമത്തെ സ്ഥലത്ത് കയറി നോക്കാം. ഒരു കാര്യം ചെയ്യാം, നമ്മളിപ്പോ ആദ്യം ഇന്ത്യൻ ഓയിൽ കയറി, പിന്നെ ഭാരത് പെട്രോളിയത്തിൽ കയറി, അടുത്ത അപ്പുറം കാണുന്ന ഏതാ? HP ആ കാണുന്നത്. അന്ന് അവിടെ നിന്ന് കയറി നോക്കാം. അപ്പൊ ഈ പമ്പയാക്കിയാലും നല്ലതായിരുന്നു, നല്ല വാഷ്റൂമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഡീസലൊക്കെ അടിച്ചു. പിന്നെ നമ്മൾ ആദ്യം കയറിയ 2 പമ്പിലുമേ അവിടെ അത്യാവശ്യം കച്ചവടമുണ്ട്, വണ്ടികളുണ്ട്, തിരക്കുണ്ട്. അപ്പൊ ഇപ്പം വാഷ്റൂം ഒന്നും നോക്കണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരാണെങ്കിലും എങ്ങനെയാണേലും വന്നിട്ട് പൊക്കോളും, വന്ന് ഡീസൽ അടിച്ച് പൊക്കോളും. അതൊരു കാര്യമാണ്. അത് ഈ ചെല്ലുന്നവര് പ്രതികരിക്കാറും ഇല്ലല്ലോ. അതെ, വാഷ്റൂം വെള്ളം ഇല്ലെങ്കിൽ വേണേ മതി എന്നുള്ളൊരു രീതിയാണ്. ഇവിടെയൊക്കെ എന്നും ഈ പമ്പിലൊക്കെ ക്ലീൻ ചെയ്യാൻ ആളുണ്ടെന്നൊക്കെ പറയുന്നു. അതിന് വേറൊരു വിങ്ങാണ് ഈ പിന്നെ ഈ വാഷ്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതെ, കമ്പനിയുടെ ആളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നിന്നും ഈ ഇപ്പം നമ്മൾ ആദ്യം കയറി 2 ഇടത്തും ആ ക്ലോസറ്റ് വെച്ചാൽ പിന്നെ അത് കഴിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ആദ്യത്തെ സ്ഥലത്ത് അതിൻ്റെ ഓണർ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളിയോട് പറഞ്ഞു, പുള്ളിയെ കൊണ്ട് വിളിച്ചുകൊണ്ട് കാണിച്ചു. ഇവരൊന്നും അങ്ങോട്ടൊന്നും നോക്കാറില്ലായിരിക്കുമേ. അന്നേരം അവിടെ നിന്ന് ഈ വാഷ്റൂം ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുടെ ആരാ എന്നാന്നൊക്കെ ചോദിച്ച് ഫോൺ ചെയ്യുന്നത് കേട്ടു. ക്ലീൻ ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പം ഇനിയും ഒരു 2-3 ദിവസത്തേക്ക് ക്ലീനിങ് കാണും. ടയറുകട ഉണ്ടോ? ടയറുകട ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു വരുന്ന വഴിക്കൊക്കെ. പണ്ട് ഇതുപോലുള്ള കടകൾ ഇഷ്ടം പോലെ മലയാളികളുണ്ടായിരുന്നു. പണ്ടത്തെ ടയറുകടകൾ മൊത്തം മലയാളികളായിരുന്നു. അതെ. അപ്പം പക്ഷെ ഇപ്പം എല്ലാവരും പോയി കേട്ടോ. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. പിന്നെ ഈ ട്യൂബ്ലെസ് ഒക്കെ വന്നപ്പോഴത്തേനെ പണി കുറഞ്ഞു. ട്യൂബ്ലെസ് വന്നതുകൊണ്ട് മാത്രമല്ല ടയറിന്റെ പണി കുറഞ്ഞേ, വഴികളെല്ലാം നല്ലതായി. വഴി നന്നായപ്പോഴത്തേനും പഞ്ചറുകൾ സ്വാഭാവികമായിട്ടും കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന വഴിയാകുമ്പോൾ ഈ കല്ലടിച്ചുമൊക്കെ ഒരുപാട് ടയർ പഞ്ചറാവും. പിന്നെ റേഡിയൽ ടയർ വന്നു, റേഡിയലും ട്യൂബ്ലെസ്സും. അത് വന്നതുകൊണ്ട് നൈലോൺ ടയറിനെക്കാട്ടിൽ ടയർ ലൈഫ് കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അങ്ങനെ കംപ്ലൈന്റുകളില്ല. അപ്പം അതുകൊണ്ട് തന്നെ പണ്ട് ഇപ്പൊ നല്ല ഉറക്കത്തിലായിരിക്കും. ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ രാത്രി പാലും ഓടുകയാണല്ലോ, നല്ല ഉറക്കത്തിൽ പശൂന്ന് കേൾക്കാം. എന്നെ ഒന്നേ കല്ലടിക്കും, ഇല്ലെങ്കിൽ പ്ലാപ്പ് കടിക്കും, ഇല്ലെങ്കിൽ എന്നെ എന്തായാലും കയറും. അങ്ങനെയൊക്കെ ടയറിന് ഭയങ്കര പണിയായിരുന്നു. അതെ, ടയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തെ, പണ്ട് അടിച്ചിറ വെച്ചേ നമ്മള് MH വണ്ടി ലോഡും കയറ്റി വന്നപ്പം ടയർ റോഡിൽ പഞ്ചറായിട്ട് ടയർ റോഡിൽ ഇട്ട് മാറി ഓർക്കുന്നുണ്ടോ? ശരിക്കും ഓർക്കുന്നില്ലേ? ആ റോഡ് പഞ്ചറായ റോഡിൽ നിന്നു. അന്നേരം നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പിന് കൊണ്ട് പുറകിലിട്ടു. എന്നുവെച്ചാൽ വണ്ടികള് വന്നോണ്ടിരിക്കുകയല്ലേ, അപ്പം നമുക്കൊരു സേഫ്റ്റി ഇല്ല. നമ്മളവിടെ ഇരുന്ന് ടയർ അഴിക്കുമ്പം നമുക്കൊരു സേഫ്റ്റി ഇല്ല. ആദ്യം കുറച്ച് പുറകിൽ, ഇപ്പോഴീ റോഡിൽ കല്ലൊക്കെ വെച്ചേക്കുന്ന പോലെ നമ്മള് ടയർ കൊണ്ട് പുറകിലിട്ടു, സ്റ്റെപ്പിന് ടയർ. അത് കഴിഞ്ഞിട്ട് ജാക്കി വെച്ച് ഞാൻ അടി കയറി ജാക്കി വെച്ചോണ്ടിരിക്കുക, ചേട്ടായി നട്ടഴിച്ചോണ്ടിരിക്കുക, വീലിനട്ട് അഴിച്ചോണ്ടിരിക്കുക. രാത്രി അപ്പൊ ഒരു ചാറ്റമഴ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഒരു ഒമിനിയാണോ ഓട്ടോയാണോ ഒരെണ്ണം വന്ന് ആ ടയറിന് ഇടിച്ചിട്ട് ടയർ തെറിച്ച് വന്ന് വണ്ടിക്ക് അടിയിലോട്ട് കയറി. ഓർക്കുന്നുണ്ട്. അപ്പൊ ഇപ്പഴ ആ വണ്ടിക്ക് ടയർ വന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തായി. ഓട്ടോയായിരുന്നത്. ഓട്ടോക്കാരൻ ഈ ടയർ ഇങ്ങനെ കാണാതെ, വണ്ടി കിടക്കുന്നത് കാണാതെ വന്നിട്ട് ആദ്യം ഈ ടയറിന് ഇടിച്ചു, ടയർ നേരങ്ങി ഇങ്ങ് വന്നു. അതെ, അതുകൊണ്ട് ഓട്ടോക്കാരനും രക്ഷപ്പെട്ട, ടയർ കിടന്നുകൊണ്ട്. അതെ, വണ്ടിക്കിട്ട് ഇടിച്ചില്ല, ഓട്ടോയ്ക്കും വലിയധികം പറ്റിയില്ല. അതെ, ശരി. എപ്പോ ഓർക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഈ വഴിയിലൊക്കെ കാണത്തില്ലേ കല്ല് വെച്ചോ അല്ലെങ്കിൽ കാട് വെച്ചൊക്കെ വെച്ചേക്കുന്നത്. ഇത് രാത്രിക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഒന്ന് ശ്രദ്ധ കുറവിൽ വരുന്ന ഒരു വണ്ടിക്കാരനാണെ ഇടിയാ കാണുകയില്ല. അത് ഈ 4 ലൈൻ ആയപ്പോ ആ വിഷയമൊക്കെ കുറെയൊക്കെ കുറഞ്ഞു. സത്യം പറഞ്ഞാല് 4 ലൈനിലും ബ്രേക്ക് ഡൗൺ ആയിട്ട് വണ്ടി നിൽക്കാറുണ്ട്. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നറിയോ, 4 ലൈന് ഈ ലോറിക്കാർ അതിലേ പോകുന്നത്, റൈറ്റ് സൈഡിൽ കൂടെ പോകും, സ്പീഡ് ട്രാക്കിൽ കൂടെ പോകുന്നത്. ബ്രേക്ക് ഡൗൺ ആയാൽ അവിടെ തന്നെ അങ്ങ് ഇടുക. അതൊരു ഭയങ്കര ഈ അറിവില്ലായ്മ ഉണ്ടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇട്ടിട്ട് രാത്രി കഴിഞ്ഞ് എപ്പോഴാണേലും സ്പീഡിൽ വണ്ടി വരുന്ന ലൈനാത്, അവിടെ കൊണ്ട് വണ്ടി നിർത്തി ബ്രേക്ക് ഡൗൺ ആയി ഇടുമ്പോൾ എങ്ങനെയും ഇപ്പം ഡീസൽ തീരുന്ന വണ്ടിയാ, ആ ന്യൂട്രാക്കി വിട്ടാൽ ഉരുട്ടി സൈഡിലേക്ക് മാറ്റിയിട്ടാ. ഏതാ ഡീസൽ തീർന്ന വണ്ടി മുന്നോട്ട് വല്ല അന്ന് ന്യൂട്രാക്കി വിട്ടാൽ ഈ സൈഡിലേക്ക് നോക്കിയിട്ടാ. അങ്ങനെ ഒരു തീർന്ന അവിടെ ചവിട്ടി അങ്ങ് നിർത്തുക. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇതൂടെ വേണം. അതിന്റെ ഒരു സാമാന്യ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം വേണം. ഇത് അതില്ല, അവിടെ തന്നെ അങ്ങ് ഇടുക. അതാ മിക്കയിടത്തും വണ്ടി ആ സൈഡിൽ കിടക്കുന്നത് കാണാം. ഇനി അല്ലെങ്കിൽ ഈ സൈഡിലാണേലും ഒരു ശകലം ടാറിങ്ങി ഇറക്കി അങ്ങോട്ട് ഇടാനുള്ള എവിടത്തെ ഇടം ഉണ്ട്. അത്രയെങ്കിലും ഇറക്കി ഇട്ടാൽ അത്ര അപകടം കുറഞ്ഞിരിക്കും. പക്ഷെ അതൊന്നും വരുന്ന ഈ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ള അപകടങ്ങളെ ഇപ്പം 4 ലൈനിലേ ഉള്ളൂ പറയുകയാണെങ്കിൽ. ബ്രേക്ക് ഡൗൺ ആയി വല്ല വണ്ടിയും കിടന്നിട്ടുണ്ടേ ശ്രദ്ധിച്ചില്ലെങ്കിൽ. വേറൊരു ഗുണമുണ്ട് ഈ 4 ലൈനിലൊക്കെ അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുമ്പോൾ ഹൈവേയുടെ ആൾക്കാർ വന്ന്
മാറ്റുന്നതുകൊണ്ട് അത് തന്നെ എല്ലാ ഒരു മറ്റേ സേഫ്റ്റിക്കുള്ള ഒരു സാധനം വെക്കുന്നുണ്ടല്ലോ. അത് വെക്കുന്നുണ്ട്, പക്ഷെ അത് ഈ ക്രെയിനൊക്കെ ഉള്ള ഹൈവേയില് അവർക്ക് വേണേൽ അത് വലിച്ചു മാറ്റിയിടാം. അതൊക്കെ ചിലയിടത്തൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് നോക്കുന്നുള്ളൂ. അതെ. അല്ലാതെ വണ്ടി അവിടെ കിടക്കും, ഇനി വല്ല അപകടം ഉണ്ടായി അടിച്ചു കഴിയുമ്പോൾ വന്ന് ബാക്കി നോക്കും, അത്രേ ഉള്ളൂ. അതെ. എന്തേലും അപകടം അങ്ങനെ വണ്ടി കിടക്കുമ്പോ എന്താ അപകടം അത്. എക്സ്പ്രസ് വേയിലൊക്കെ അതുപോലെ നോക്കുന്നുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിൽ അല്ലാതെ അത് തന്നെ എനിക്ക് തോന്നുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ ഇന്നലെ വന്നപ്പോഴൊക്കെ ആണെങ്കിലും ചില ഹൈവേ പണിതേക്കുന്ന കമ്പനികളുണ്ടല്ലോ, ആ ചില കമ്പനികളുടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ നല്ലപോലെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. നല്ല വാഷ്റൂം ഉണ്ടായിരിക്കും, അവിടെ ക്രെയിന് ആംബുലൻസ് എല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചിലയിടത്താണ് ഒന്നുമില്ല. അപ്പൊ നമ്മളിതേ മാലഗാവ് എത്തി. മാലഗാവ് ആ ഹൈവേ കൂടെ നമുക്ക് പോകണ്ട കേട്ടോ. അടിയിൽ കൂടെ റൈറ്റ് പോവാ. ദുലെ 51 കിലോമീറ്റർ. ഇവിടുന്ന് റൈറ്റിലേക്ക് ദുലെ 51 കിലോമീറ്റർ. ഇത് കണ്ടോ, ഇതൊക്കെ അവിടുന്ന് വരുന്ന വണ്ടികളാണ് നാട്ടിലേക്ക് പോയാൽ. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയാൽ നാസിക്ക കേട്ടോ. നാസിക്ക് പോകണ്ടല്ലോ. നാസിക്ക് എന്തിനാ പോകുന്നത്? നേരെ റൈറ്റിലേക്ക് പിടിച്ചോ. പാലത്തിനടിയിലേക്ക് കണ്ടോ ഇഷ്ടംപോലെ സൗകര്യങ്ങൾ. കടകൾ എത്രയാണെന്ന് എനിക്ക്, പെട്ടിക്കടകൾ, തട്ടുകടകളൊക്കെ. വെയിലൊന്നും കൊള്ളാതെ മഴ നനയാതെ ഇരിക്കാലോ. അതെ. അപ്പം ഇനി ഈ ഒരൊറ്റ ഹൈവേയിലങ്ങ് പോയാൽ നേരെ വിട്ടു. കഴിച്ചില്ല കേട്ടോ, ഞാൻ അടുത്ത കഴിക്കാൻ നിർത്തണം അല്ലേ. ഇന്നും കുക്കിംഗ് ഇല്ലായിരുന്നു. നമുക്ക് നാളെ മുതൽ കുക്ക് ചെയ്തേക്കാം. നാളെ തൊട്ട് കുക്ക് ചെയ്തേക്കാം. ഇനി നമുക്ക് നേരെ 4 ലൈനിൽ കൂടെ തന്നെ അങ്ങ് പോവാം. ഈ മാലഗാവ് എന്നൊക്കെ ഒത്തിരി ലോഡാകുന്ന സ്ഥലമാണ്. മെയിനായിട്ട് സവോള, തക്കാളി, മുന്തിരി, അങ്ങനെ ഒരുപാട് ലോഡുകളാകുന്ന സ്ഥലമായത്. അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ നാസിക് സൈഡിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇഷ്ടംപോലെ ഉണക്കമുന്തിരി പക്ഷെ നമ്മുടെ 12 വീലിനൊന്നും കാണുകയല്ല, 6 വീൽ വണ്ടിക്കേ കാണും. കണ്ടോ ടയർ നോക്കാൻ പുള്ളി നിർത്തിയതാ. കണ്ടോ ഡോറും തുറന്ന് വെച്ച് ഇങ്ങനെ നിൽക്കുക. ശ്രദ്ധിക്കാതെ ഒരു വണ്ടിക്കാരൻ വന്നിട്ടുണ്ടെങ്കിൽ ഡോറും കൊണ്ട് പോകും. ഇവിടെ മഴ തുടങ്ങിയേ ഉള്ളൂ. ഇതുണ്ടോ മഴ പെയ്ത് കലക്കവെള്ളം വരുന്നേ ഉള്ളൂ. അതെ, പണ്ടത്തെ ഒരു പാലമായിരുന്നു തോന്നുന്നു ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത്. അതോ ഇവിടെ ചെക്ക് ഡാമായിരുന്നോ എന്ന് സംശയമുണ്ട്. അതിൽ മൊത്തം പാറയാണ്. ട്രെയിലർ, ഓട്ടോ ട്രെയിലർ കണ്ടോ? ഇതും ട്രെയിലറാ. ഇത് കണ്ടെയ്നർ കയറ്റുന്നതാ. അതെ, ഇവിടെ ഈ സൈസ് ട്രെയിലർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതേ അടുത്ത് വരുന്നു. ഇതാ നമ്മുടെ റബ്ബർ പലകയാ, നമ്മുടെ അവിടെ നിന്ന് കൊണ്ടിരുന്നതായിരിക്കും. ഇത് പെട്ടിയായിട്ട് അടിച്ചു വെച്ചേക്കുന്നത്. അതല്ല ഇറക്കിക്കൊണ്ടിരിക്കുക. ഇതല്ല ലോഡ് വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുക. ട്രെയിലറിന്റെ ടയർ പഞ്ചറായല്ലോ. അതെ, ഇങ്ങനെ കിടന്നപ്പോഴത്തെ അവസ്ഥയാ പറഞ്ഞത്. നമ്മുടെ വണ്ടി ഇങ്ങനെ കിടന്നപ്പോ അത് വേണമെങ്കിൽ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റിയിടാം. അതാ ഞാനിപ്പോ പറഞ്ഞതാ. ആ റോഡിൽ തന്നെ ഇട്ട് അങ്ങനെ ഇരിക്കുക. അവിടെ പിന്നെ ഇവിടെ ആ റോങ് സൈഡ് ഒരു വണ്ടി വന്നിട്ടാ കണ്ടോ. ചെറിയ വണ്ടിയൊന്നും അല്ല, ഒരു ടാങ്കറാ വന്നേക്കുന്നത് അതില്. ആണോ? ഇത് അടുത്ത ആള് ഇല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുക. ട്രെയിലറും കയറി വന്നല്ലോ. എന്നിട്ട് നമ്മുടെ സൈഡിൽ കൂടെ പോകുന്ന നമ്മള് തെറ്റുകാരും വരുന്നവരല്ല നമ്മളോട് പറയാം മാറ്റിക്കൊണ്ട് ഇന്നുമാര് ബൈക്കാരൻ കൈ കാണിച്ചാ. ഇതുണ്ടോ ഈ ട്രെയിലറൊക്കെ കയറ്റിക്കുന്ന ലോഡ് കണ്ടോ? അതുണ്ടോ? പക്ഷെ അതൊന്നും വെയിറ്റ് ഉള്ള സാധനമല്ല കേട്ടോ, വെയിറ്റ് കുറവുള്ള സാധനം. ആസ്മ മസ്ജിദ്, ഇവിടുത്തെ മസ്ജിദാ. ആസ്മ മസ്ജിദോ? അങ്ങനെ എഴുതി വെച്ചേക്കുന്നേ. അറബി വാക്ക് വല്ലതും ആയിരിക്കും അല്ലേ? ആയിരിക്കും. എല്ലാരും ഇങ്ങനെയാണല്ലോ. അപ്പൊ ഈ സൈഡ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണോ? അതെ, അതുകൊണ്ടായി ലോറിക്കാർ വലത്തൂടെ പോകുന്നേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളില്. ബൈക്കുകാരും കാറുകാരും ഓട്ടോക്കാരും ഒക്കെ വരുമ്പോ എന്നാ ചെയ്യാൻ പറ്റും? ഇതുണ്ടോ പിക്കപ്പ്, പുതിയ പിക്കപ്പ് ഓടിച്ചോണ്ട് പോകുന്നതാണേ, കമ്പനികളിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അതല്ല ഒരു സ്കൂട്ടർ, എത്ര പേര് ആൾക്കാർ പിക്കപ്പ് കണ്ടപ്പോഴാണ് ഓർത്തെ. പണ്ട് നമ്മള് എമ്മച്ച് വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് പൂനെന്ന് വരുമ്പം ഈ സംഗേശ്വർ കഴിഞ്ഞിട്ട് ബൽഗാമിന് മുമ്പ് ഒരു ഘാട്ടില്ലേ, തവന്തി ഘാട്ടാന്ന് തോന്നുന്നു അതിന്റെ പേര്. ആ ഘാട്ട് കയറുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു പിക്കപ്പ്, മഹേന്ദ്രയുടെ പിക്കപ്പില് പുറയിലെല്ലാം ഇതുപോലെ ആളിരുന്ന് വന്നാ വേറെ ഏതോ ഒരു വണ്ടിയായിട്ട് കയറി ഇടിച്ചു. പുറകെ നിറച്ച ആളായിരുന്നു. ഇടിച്ചിട്ട് ഈ പുറയില് ഇരുന്ന ആൾക്കാർക്കെല്ലാം ഭയങ്കര പരിക്കോ, 1-2 പേര് മരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ നമ്മൾ വരുമ്പോഴാ അപ്പൊ ആൾക്കാർ അന്നേരം കിടക്ക വണ്ടിയല്ലേ. ഞാൻ ഓർക്കുന്നില്ല. നീ ഇല്ലായിരിക്കും. ഞാൻ കണ്ടു ഒത്തിരി വർഷം മുന്നേ, ഒരു 99, 2000, 2001 ആ സമയത്തായിരിക്കും. പക്ഷെ ഇതിനൊന്നും ഇൻഷുറൻസ് ഒന്നും കിട്ടുകയില്ല. ഇങ്ങനെ പോയ ആക്സിഡന്റ് അതാ ഒരു പിന്നെ ആ വണ്ടി എന്ന് പറഞ്ഞ ഒരു ഇവിടെ കമ്പനിയിൽ നിന്ന് ഇന്നത്തെ വരെ കൊണ്ടുപോകാനുള്ള ഒരാളെ പോകാൻ അതേ പാടുള്ളൂ, ഡ്രൈവർ മാത്രം. അപ്പൊ ഇങ്ങനെയൊക്കെ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമായത്. ഇങ്ങനെയൊക്കെ വരുന്നോണ്ടാ ഇപ്പം നമ്മൾ കാണത്തില്ലേ പുതിയ വണ്ടികൾ ചില ട്രെയിലറെ കൊണ്ടുപോകുന്ന കാണത്തില്ലേ. അത് ചില കമ്പനിക്കാരിപ്പം ട്രെയിലറെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് കമ്പനിക്ക് നഷ്ടമല്ലേ. ആ വണ്ടി പിന്നെ കേസിൽ നിന്ന് ഊരി എടുക്കണ എത്ര പാടാ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ലൈലൻഡിന്റെ ഒക്കെ
മിനി ലോറിയൊക്കെ തന്നെ ട്രെയിലറൊക്കെ കൊണ്ടുപോകാം. 2 ഒരു ട്രെയിലറെ കൊണ്ടുവന്നാണ്. കുറച്ച് പൈസ കൂടുതലാവും ട്രാൻസ്പോർട്ടിങ്ങിന്, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോഴേ ഇങ്ങോട്ട് വന്നൊരു റൈറ്റ് സൈഡിൽ കയറ്റി അങ്ങ് ഒതുക്കി. ഇല്ല, കഴിച്ചിട്ട് പോവാന് പുറകോട്ട് നടന്നാൽ പോരെ അല്ലേ? അതെ. എന്നാപ്പാ കഴിച്ചിട്ട് വന്നേക്കാം. കമോൺ. പൊടി നോക്കി, എന്നാ പൊടിയാന്ന് നോക്കി. നടന്ന് ചെല്ലുമ്പോഴത്തേനും ഒരു പരിവാമല്ലോ. ഇവിടുത്തെ ഈ ബ്ലോക്കിനെ അധികം കാരണമൊന്നുമില്ല. അവിടുന്ന് 2 ലൈൻ വരുന്നു, ഇവിടെ 1 ലൈനല്ല, അവിടെ 2 വണ്ടി പോകാനുള്ള ഇടയുണ്ട്. പക്ഷേ ഇവിടെ വന്ന് വഴി ഇതുണ്ട്, ഇതിങ്ങനെ വണ്ടി ക്രോസ് ചെയ്യാൻ വേണ്ടി വണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത്. അന്നേരം ഈ ബ്ലോക്ക് കാണുമ്പോഴത്തേനും വണ്ടിക്കാർക്ക് ധൃതി കൂടുക. ബ്ലോക്ക് അങ്ങ് മാറി കഴിയുമ്പോൾ പിന്നെ ഒരു ധൃതിയില്ല. പതുക്കെ തന്തൂരി റൊട്ടിയും ചണ മസാലയാണ് പറഞ്ഞത്. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം പറഞ്ഞത്. ഞാൻ പക്ഷേ ചണ മസാല എന്നല്ല, കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സമയം 4:15 രാവിലത്തെ വടാപ്പാവയിലായി ഇതുവരെ പിടിച്ചു തന്നത്. നല്ല മൈലേജ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുത്താൽ മതിയായിരുന്നു. കാശ്മീരിലേക്കുള്ള യാത്രയുടെ ബാക്കി ആഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം.